ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദരണീയരായ കർത്തൃ ശുശ്രൂഷകർക്കും ദൈവം വിളിച്ചു വേർതിരിച്ച ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമുക്ക് ദിനംതോറും അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം വാസ്തവമായും ഭാഗ്യശാലികളാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമുക്ക് അവസരം ലഭിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ മുഴുവനായും നിയന്ത്രിച്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് എല്ലാം നിർവഹിക്കുന്നു. യേശുക്രിസ്തു മാറ്റമില്ലാത്തവനാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം, മാറ്റമില്ലാത്ത ദൈവം. ആ മാറ്റമില്ലാത്ത ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് നാം യാത്ര ചെയ്യുന്നത്. ഈ ഭൂമിയിൽ ഏതെങ്കിലും മനുഷ്യൻ്റെ പിന്നാലെയല്ല, ഈ ഭൂമിയിൽ ഒരു കൂട്ടായ്മയുടെ പിന്നാലെയല്ല, ഏതെങ്കിലും ഒരു ദൈവ പൈതലിൻ്റെ പിന്നാലെയല്ല, ജീവനുള്ള ക്രിസ്തുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നു. ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ എളിമയോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞു, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവിനെ വിചാരിക്കുന്നു. കർത്താവിനെ വിചാരിക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. യേശുവിന് എന്നോടൊരു കരുണ തോന്നി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മോട് ദൈവത്തിന് വാത്സല്യം തോന്നി, നമ്മോട് ദൈവത്തിന് മനസ്സലിവ് തോന്നി, നമ്മുടെ ദൈവത്തിന് കരുണ തോന്നി. എന്താണ് കാരണം? എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുന്നു, എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലല്ല, ഓടുന്നവനാലല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധ്യമാകുന്നത്. ഞാൻ വെറുതെ പറഞ്ഞ വാക്കല്ല. ഇന്നലെ യേശു എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇന്നും യേശു. ഇന്ന് യേശു എങ്ങനെയായിരിക്കുന്നോ അതുപോലെ തന്നെയായിരിക്കും നാളെയും യേശു. വാക്കുമാറാത്ത ദൈവം. യേശുവിൻ്റെ അടുക്കൽ എന്നും അങ്ങനെയാണ്. അത്യാവശ്യക്കാരാണ് വരുന്നത്. അന്നും യേശു ഗലീല നാടിൽ ചുറ്റി സഞ്ചരിച്ച് നടന്നു. അന്ന് ഗദരദേശത്ത് കർത്താവ് നടന്നു. കഫർന്നഹൂമിൽ കർത്താവ് പ്രവർത്തിച്ചു. ബെത്സദയിൽ കർത്താവ് ചെന്നിടത്തെല്ലാം യെരിഹോയിലേക്ക് പോയി. സക്കായി ഒരാളെ നേടുവാൻ വേണ്ടി മാത്രം. പ്രിയപ്പെട്ട ദൈവജനമേ, അതേ യേശു തന്നെയാണ് ഇന്ന് സാധുക്കളായ, അശരണരായ, നിസ്സാരരായ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. യേശു എവിടെയെല്ലാം കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ അനേകം അത്ഭുതം കണ്ട മനുഷ്യനാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. എനിക്ക് ഈ അടുത്ത കാലത്ത് എൻ്റെ മനസ്സിനെ അങ്ങേയറ്റം മുറിവേൽപ്പിച്ച ഒരു കാര്യം, ഇനി ഇതിനെന്ത് പരിഹാരം കിട്ടുമെന്നോർത്ത് ഞാൻ കരഞ്ഞ ദിവസങ്ങളുണ്ട്. ചിലപ്പോഴെല്ലാം ഞാൻ 3 മണിയാവും ഓഫീസിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ ഞാൻ തന്നെത്താൻ ഏങ്ങലടിച്ച് ഞാൻ ഈ കാര്യം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, കർത്താവ് അവിടുന്ന് ഈ കാര്യത്തിന് പരിഹാരം തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ എന്തിനാണെന്ന് നിങ്ങളോടെല്ലാം പറയുന്നത്, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം. നിങ്ങളൊരു മനുഷ്യനോട് വിളിച്ചു പറയല്ലേ വേണ്ടേ, നിങ്ങൾ ആരോട് വിളിച്ചു പറഞ്ഞാലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. കാരണം അന്ന് ഞങ്ങൾ കൂട്ടായ്മ തുടങ്ങുമ്പോൾ തന്നെ വ്യക്തമായ തീരുമാനം, ഒരു മനുഷ്യൻ്റെയും പിന്നാലെ ഈ കൂട്ടായ്മ പോയി അധപ്പതിക്കാനിട വരരുത്. മനുഷ്യരാരും, എല്ലാവരും മനുഷ്യരാണ്, മനുഷ്യർ മാറിപ്പോകും, മാറാത്തവനൊരു വ്യക്തി മാത്രം. ഞാൻ ഏങ്ങലടിച്ച് കരച്ചു. ഞാൻ 13-ാം തീയതി കരഞ്ഞു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എനിക്ക് നല്ല വിശ്വാസമായിരുന്നു എൻ്റെ കർത്താവ് പ്രവർത്തിക്കുമെന്ന്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് ഓർത്ത് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? വിശ്വസിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. മക്കളില്ലാത്തവർ നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? നിങ്ങൾ വിശ്വസിക്കണം. ഒരു കുഞ്ഞിനെ ഒക്കത്ത് വെച്ചിരിക്കുന്നതായി കണ്ടുകൊണ്ട്, നല്ല ഡ്രസ്സൊക്കെ ഇടിയിച്ചായിട്ട് കണ്ടുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ പറഞ്ഞതല്ല. ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മനിറവിൽ അപ്പോസ്തലന്റെ നാവിലൂടെ എഴുതി വച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും യാചിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞു എന്നോർത്ത് പ്രാർത്ഥിക്കണമെന്ന്. ദൈവത്തിൻ്റെ തിരുവചനം മാറ്റമില്ലാത്തതാണ് പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തു അനന്യനാണ്. ഭൂമിയിലെ മനുഷ്യന് മുഴുവൻ മാറിപ്പോകും.
സ്വന്തം ഭാര്യ പക്ഷേ തെറ്റിദ്ധരിച്ചെന്ന് വന്നേക്കാം, ഭർത്താവ് തെറ്റിദ്ധരിച്ചെന്ന് വന്നേക്കാം, നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരം ആരും അറിഞ്ഞില്ല എന്ന് വന്നേക്കാം, ആരോടും പറയാൻ നമുക്ക് സാധിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. എന്നാൽ പരിഹാരം തരുന്നൊരു ദൈവമുണ്ട്. നിങ്ങളത് മാത്രം ഒന്ന് വിശ്വസിക്കുമോ? യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് പരിഹാരം തരാതെ കർത്താവ് വിടുകയില്ല. കടബാധ്യതയായിട്ട് വലഞ്ഞു വന്ന ആളുകളുണ്ട്, ജപ്തി നോട്ടീസ് കൈ പിടിച്ചുകൊണ്ട് വന്ന ആളുകൾ കാണും. നിങ്ങളൊരു കാര്യം വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ, ഭൂമിയിലൊരു മനുഷ്യനെ വിശ്വസിക്കാനല്ല പറഞ്ഞത്, ജീവനുള്ള ദൈവം പ്രാർത്ഥന കേൾക്കുമെന്ന് വിശ്വസിക്കൂ. ഞാൻ നല്ല വിശ്വാസത്തോടെയാണ് നിൽക്കുന്നത്. അതാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നതിന് നിങ്ങൾക്കറിയാമല്ലോ. ദരിദ്രനായ മനുഷ്യൻ, ഒരിക്കലും സാധ്യതയില്ലാത്ത ജീവിതം, നിസ്സാരനായ മനുഷ്യൻ, ഒരു ശാപഗ്രസ്തനായി ജനിച്ചവൻ. ഞാൻ കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് അരോചകമായി വരരുത്. ശാപഗ്രസ്തനായി ജനിച്ചവനാണ്. എനിക്കറിയാം, ഞാൻ ഇന്നലെയും ഓഫീസിൽ ഇത്തിരി വൈകി, ലേറ്റായി, വാഷ്റൂമിൽ പോയ വഴിക്ക് നേരത്തെ ഒരു ഏതാനും വർഷം മുമ്പ് ഒരു ഡോക്ടർ എന്നെ അവനെ പ്രാന്തൻ്റെ മകനല്ലേ എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ മനസ്സിൽ ഒരല്പം പോലും പ്രയാസമുണ്ടാക്കിയില്ല. കാരണം ഞാൻ പ്രാന്തൻ്റെ മകനാണ്, എൻ്റെ അപ്പം പ്രാന്തനായിരുന്നു, സംശയമില്ല. അത് കള്ളൻ്റെ മകൻ എന്ന് പറയാൻ പറ്റുമോ? അത് കൊള്ളക്കാരൻ്റെ മകൻ എന്ന് പറയുമോ? എൻ്റെ അപ്പം പ്രാന്തനായിരുന്നു. ഞാൻ അന്നേരം ഓർത്തു, അന്ന് ആ കാലങ്ങളിൽ കുഞ്ഞായിരുന്ന കാലത്ത് പ്രാന്തൻ്റെ മകൻ, പ്രാന്തൻ കുര്യാക്കോൻ്റെ മകനെന്ന് വിളിക്കുമ്പോൾ, അന്ന് ആളുകൾ കളിയാക്കി വിളിക്കുമ്പോൾ ഞാൻ എന്തുമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ട്, ഞാൻ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ട്. ചിലരോടെല്ലാം എനിക്ക് വലിയ കയ്പ് തോന്നിയിട്ടുണ്ട്. ഞാൻ താഴേക്ക് ഉരിഞ്ഞ് നടന്ന് നിരാശപ്പെട്ട് നടന്ന കാലത്ത് എനിക്കന്ന് വൈരാഗ്യം തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇന്നോ ആരെന്ത് പറഞ്ഞാലും യാതൊരു വകയുമില്ല. ഞാൻ ചുമ്മാ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ യേശുവിനെ കണ്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്, ക്രൂശിലേക്ക് നോക്കിക്കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ക്രിസ്തീയ ജീവിതം കുരിശാണ്, കുരിശെടുത്തുകൊണ്ടുള്ള യാത്ര. യേശുവിൻ്റെ പിന്നാലെ ഇന്ന് ദൈവമക്കൾ പറഞ്ഞില്ലേ, ഒരുത്തൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ. നിങ്ങൾക്ക് യേശുവിൻ്റെ പിന്നാലെ പോകാൻ പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെയും നോക്കരുത് ഈ ഭൂമിയിൽ. ഒരുത്തൻ യേശുവിൻ്റെ പിന്നാലെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച്, അവിടെയാണ് പ്രശ്നം. സ്വന്തം ഇഷ്ടം ത്യജിക്കണം, സ്വന്തം ആഗ്രഹങ്ങൾ ത്യജിക്കണം, സ്വന്തം താല്പര്യങ്ങൾ ത്യജിക്കണം, എല്ലാം വിട്ടുപിരിയണം. വിട്ടുപിരിയാതെ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. തന്നെത്താൻ ത്യജിച്ച്, അടുത്ത കാര്യം നാൾ തോറും, അവിടെ ഒരു വാക്കുണ്ട്, നാൾ തോറും കുരിശെടുത്തുകൊണ്ട് നിങ്ങൾ വളരെ പൂമത്ത പോലെയുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടാണെങ്കിൽ ദയവായിട്ട് നിങ്ങൾ യേശുവിൻ്റെ പിന്നാലെ പോകാതിരിക്കുന്നതാണ് നല്ലത്. ക്രിസ്തീയ ജീവിതം എന്താണ്? അത് കുരിശാണ്, കഷ്ടതയുടെ വഴി. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, കർത്താവാണ് പറഞ്ഞത്. എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയം, ജീവനുള്ള ക്രിസ്തു മുന്നേ പോകുന്നത് കണ്ടുകൊണ്ടുള്ള യാത്ര. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യാനിടയാകുക, ക്രൂശിനെ നോക്കി യാത്ര ചെയ്യാനിടയാകുക. എന്നും കുരിശാണ്, എന്നും പ്രശ്നങ്ങളാണ്, എന്നും കഷ്ടതയാണ്. നീ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് പോകുന്നെങ്കിൽ ഉറക്കെ കേട്ടോളൂ, ശക്തമായ സ്വരത്തിൽ പറയാം, നിനക്കെന്നും കഷ്ടതയായിരിക്കും, നിനക്കെന്നും ദുരിതമായിരിക്കും, നിനക്കെന്നും യാതനയായിരിക്കും. നീ എന്നും പരീക്ഷകൾ നേരിടേണ്ടി വരും. ഒരു കാര്യം പറയാം, പരീക്ഷയോടുകൂടി പോക്കുവഴി തരുന്നവനാണ് ദൈവം. പരീക്ഷയോട് പോക്കുവഴി തരുന്ന ദൈവം. ഞാൻ എന്നും പ്രാർത്ഥിക്കും, എന്നും കരയും. എനിക്ക് ആരോടും പറയാൻ നിവൃത്തിയില്ല, എനിക്ക് അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. എന്നാൽ എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു, യേശുവിൻ്റെ കരം, ആണിപ്പാറുള്ള കരം നീട്ടിയിട്ടുണ്ടെന്നുള്ള ഉറപ്പ്. പ്രിയപ്പെട്ടവർ, അത് കണ്ടുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ കരം നീട്ടിക്കഴിഞ്ഞു എന്ന് കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞല്ലോ, ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു. ഹോശേയാപ്രവചനത്തിന്റെ പുസ്തകമാണ്. ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു. ദർശനം എഴുതുക, അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. മകനെ, നിനക്ക് സമയം തെറ്റും, നീ വിചാരിക്കുന്ന സമയത്ത് കാര്യം നടന്നോളുന്നില്ല. എന്നാൽ എൻ്റെ ജീവനുള്ള ക്രിസ്തുവിന് സമയം തെറ്റില്ലെന്ന്, മാറ്റമില്ലാത്ത കാര്യമാണ് ഈ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന് സമയം തെറ്റുകയില്ല. എൻ്റെ ജീവനുള്ള ക്രിസ്തുവിന് സമയം തെറ്റുകയില്ല. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നൽകുന്നവനാണ് ദൈവം. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾ വിശ്വസിക്കാതിരുന്നാലോ ഒന്നും നടക്കില്ല, ഒരത്ഭുതവും നടക്കില്ല. എന്താണ് പറഞ്ഞത്? ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. വായിക്കാമോ? സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. കർത്താവിനൊരു സമയമുണ്ട്. ഏത് കാര്യത്തിനും കർത്താവിനൊരു സമയമുണ്ട്. ആ സമയത്ത് വന്നിരിക്കും. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു നോക്കൂ. ഞാൻ ഒന്നോടെ ഉറക്കെ പറയാം, ദൈവദാസൻ ഉണ്ടായിരുന്ന കാലത്ത് ഒരിക്കൽ ഞാൻ 2019 തന്നെയാണ്, 6-ാം മാസം,
എല്ലാം ഞാൻ എൻ്റെ ബൈബിളിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് തന്ന വാഗ്ദത്തങ്ങൾ. ദൈവം സംസാരിച്ചിരുന്ന, ദൈവം നേരിട്ട് മിണ്ടിയിരുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു, ഒരു വിശുദ്ധനായ ദൈവദാസൻ. അദ്ദേഹം വിശുദ്ധനായിരുന്നു. നാം വീണ്ടും ജനിക്കാൻ ഇടയായത്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ ഇടയായത് അദ്ദേഹത്തിൻ്റെ നാവിലൂടെയാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് കണ്ടു, ദൈവം എന്നെ ലോകസ്ഥാപനത്തിന് മുമ്പ് കണ്ടു. എന്നാൽ അദ്ദേഹം ഒരു വിശുദ്ധനായിരുന്നു. അതൊക്കെ അക്കരെ നട്ട് ചെല്ലുമ്പോൾ അറിയാം. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ നല്ല ഉറപ്പോടുകൂടിയാണ് നിൽക്കുന്നത്. ഒരു ചാഞ്ചല്യം ഇല്ലാണ്ടാണ് നിൽക്കുന്നത് പ്രിയപ്പെട്ടവർ. എനിക്കൊരിക്കൽ പോലും ഒരു കാലത്തും അദ്ദേഹത്തെക്കുറിച്ച് ഒരു കാരണവശാലും എനിക്ക് സങ്കടം വന്നിട്ടില്ലെന്ന് ഞാൻ പറയില്ല. എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഞാൻ ചിലപ്പോൾ ഓർത്തിട്ടുണ്ട്. സങ്കടം വന്നിട്ടുണ്ട് എന്ന് ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അദ്ദേഹത്തിൻ്റെ നാവിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. എന്താണെന്നറിയാമോ? ജൂൺ മാസമാണ്. അന്ന് UK ലാബ് തുടങ്ങാൻ പോകുന്ന സമയം. എനിക്ക് അങ്കലാപ്പ്, ഇത് തുടങ്ങണോ വേണ്ടയോ, അതിന് ചിലരെല്ലാം പാർട്ട്ണർഷിപ്പ് കൂട്ടണോ വേണ്ടയോ. വ്യക്തമായിട്ട് ജീവനുള്ള ദൈവം പറഞ്ഞു. ഞാൻ ആവലാതി പിടിച്ചാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നത്. അപ്പോൾ പറഞ്ഞ വാക്യതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ. എന്താണ്? നീ എന്നോട് ചോദിച്ച ഏതെങ്കിലും കാര്യം ഞാൻ നിഷേധിച്ചിട്ടുണ്ടോ മകനെ എന്ന് സ്വർഗത്തിലെ ദൈവം ഇപ്പോൾ ജോണിനോട് ചോദിക്കുന്നെന്ന്. നിങ്ങളൊന്ന് കേൾക്കൂ. ഞാൻ ചോദിച്ച ഒരു കാര്യവും യേശു നോ എന്ന് പറഞ്ഞിട്ടില്ലെന്ന്. അത് എന്നോട് മാത്രം പറഞ്ഞ കാര്യമാണോ? സകലമാന മനുഷ്യർക്കും ഈ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം, അത് നിത്യനൂതനമായ വചനം, മാറ്റമില്ലാത്ത വചനം, വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലാത്ത വചനം. നിങ്ങൾ വിശ്വാസികളായി പ്രാർത്ഥിച്ചു നോക്കൂ, പ്രതിഫലം കിട്ടിയിരിക്കും. പ്രിയപ്പെട്ടവർ, ഒരു കാര്യവും മുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു, ഇനി ഏതെങ്കിലും കാര്യം പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് 100% ഉറപ്പാണ്. എൻ്റെ കർത്താവിൻ്റെ സമയത്ത് തന്നിരിക്കും, താമസിക്കുകയില്ല. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, മനുഷ്യൻ്റെ കണ്ണുനീര് കാണുന്ന ദൈവം. നിങ്ങളൊരു കാര്യം ഞാൻ പറയാം, പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേട്ടിരിക്കും. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. അവിടെയാണ് പ്രശ്നം. ജീവിതത്തിൽ പാപം വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഇന്ന് ദൈവമക്കൾ പറഞ്ഞതുപോലെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം, ബാക്കി ഉറക്കെ പറഞ്ഞോളൂ നിങ്ങൾ, യഹോവയുടെ കൈയുടെ നീളം കുറഞ്ഞിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കർത്താവിൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ എത്രേ അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. നിങ്ങൾക്ക് ഇന്ന് അനുഗ്രഹം കിട്ടുന്ന ദിവസമാണ്. ഇന്ന് അനുഗ്രഹത്തിനുള്ളതെല്ലാം കർത്താവ് തന്നു കഴിഞ്ഞു. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഇതിനോടകം കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരം വെച്ചു കഴിഞ്ഞു. ചിലരുടെ രോഗമുള്ള ഭാഗത്ത് തൊടുന്നു. നിങ്ങൾ ഇനിയും ആഗ്രഹിക്കണം, കർത്താവേ എനിക്ക് ഇന്ന രോഗമുണ്ട്, എനിക്ക് ഇന്ന പ്രയാസമുണ്ട്, എനിക്ക് ഇന്ന ബുദ്ധിക്കുറവുണ്ട്, എനിക്ക് ഇന്ന ഓർമ്മക്കുറവുണ്ട്. കർത്താവേ ഞാനൊരു വലിയ എക്സാമിനേഷൻ എഴുതാൻ പോവുകയാണ്, കർത്താവേ അത് ഞാൻ എന്നെ ജയിപ്പിച്ചിരിക്കുന്നു. ഞാൻ ഒരാളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പറയണത്. ആ ആൾ വിശ്വാസിയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ആ കാര്യം കർത്താവ് നിർവഹിച്ചിരിക്കും. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായിട്ടില്ല, നീളം കുറഞ്ഞിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം കർത്താവിൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ എത്രേ അവൻ്റെ മുഖത്തെ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കുമാറാക്കിയത്. മറക്കുമാറല്ല, മറയ്ക്കുമാറാക്കിയത്. പ്രിയപ്പെട്ടവരെ, പാപം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യമാണ് വായിച്ച് കേൾപ്പിച്ചത്. ഒന്നോടെ കേൾക്കൂ, ഉറച്ച സ്വരത്തിൽ നിന്ന് വായിക്കൂ, കേൾക്കട്ടെ. നിങ്ങൾ കൈമലർത്തുമ്പോൾ, നിങ്ങൾ ഇങ്ങനെ നോക്കൂ, എൻ്റെ നേരെ നോക്കൂ, ഇങ്ങനെ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. ഞാൻ അങ്ങോട്ട് നോക്കില്ല, എൻ്റെ കണ്ണ് ഞാൻ മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും, നിങ്ങൾ രാവും പകലും 3 നേരവും കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിച്ച് കരയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. ഇയാൾ എന്താ ഈ പറയണേ? ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ലെന്നോ? കേൾക്കുകയില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. പ്രവാചകനോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. പിന്നെയോ, നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ചിലർ ചിന്തിക്കും, ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ലല്ലോ എന്ന്. അല്ല, എന്താണ് രക്തം എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ ജീവിതത്തിൽ, കൈയുടെ കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിത വസ്ത്രത്തിൽ കറ പറ്റിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പാപം വന്നിരിക്കുന്നു. പാപം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കുകയില്ല. ഒന്നുകൂടെ വായിക്കോടും. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിനാണെന്ന് പറഞ്ഞത്. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. കഴുകി വെടിപ്പാക്കാനാണ്
കർത്താവ് കഴുകുന്നവനാണ്. കർത്താവ് ഇന്ന് കഴുകിത്തരും. ഈ 18 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ നേരെ നോക്കാമോ? നിങ്ങൾ വിശ്വാസത്തോടെ ഇനിയുള്ള 12 15 മിനിറ്റ് നിങ്ങൾ വിശ്വാസത്തോടെ ഇരിക്കുമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവർ, ജീവനുള്ള ദൈവം ഇറങ്ങി വന്നിരിക്കുന്ന സദസ്സിലാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ എല്ലാവരെയും ഇന്ന് കർത്താവ് കഴുകിയിരിക്കും. നിങ്ങൾ വിശ്വസിക്കില്ലെങ്കിലോ? നിങ്ങളുടെ തലയിൽ, നമ്മുടെ ഓരോരുത്തരും തലയിൽ ആണിപ്പാടുള്ള കരം വെച്ചിരിക്കും. ഇത് വിശ്വസിക്കണം. എൻ്റെ കാര്യം എൻ്റെ കർത്താവ് നടത്തിയിരിക്കും. എൻ്റെ രോഗത്തിന്മേൽ യേശുവിൻ്റെ കരം വെച്ചിരിക്കും. എൻ്റെ കടബാധ്യത കർത്താവ് മാറ്റിയിരിക്കും. നാളുകളായിട്ട് എനിക്ക് വീടുണ്ടാക്കണമെന്നുള്ളൊരു കൊതിയാണ്. കർത്താവ് ആ കാര്യം നിർവഹിച്ചിരിക്കും. എൻ്റെ നടുവിൽ കർത്താവ് കരം വെച്ചിരിക്കും. എനിക്ക് എൻ്റെ കിഡ്നിയിൽ കർത്താവ് കരം വെച്ചിരിക്കും. കിഡ്നിയിൽ സ്റ്റോൺ അപ്രത്യക്ഷമാകും. ഇപ്പോൾ നിങ്ങൾ ഇരുന്ന് കേൾക്കുന്നവർ, ഞാനിതെല്ലാം അനുഭവത്തിലൂടെയാണ് പറയുന്നത്. അനുഭവം എനിക്ക് വ്യക്തമായിട്ടറിയാം. പ്രാർത്ഥന കേൾക്കണമെങ്കിൽ കണ്ടീഷനുണ്ട്. ഇപ്പോൾ എനിക്ക് അമേരിക്കയ്ക്ക് പോകണം. അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ ഞാൻ പണമൊക്കെ മുടക്കി ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുക്കണമെങ്കിൽ തന്നെ വിസ വേണം. ടിക്കറ്റ് എടുത്തു, എയർപോർട്ടിൽ ചെന്നു, എമിഗ്രേഷൻ കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകണം. എമിഗ്രേഷനിൽ ചെന്ന് നോക്കുമ്പോൾ അമേരിക്കയിൽ ചെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ജയിലിലേക്ക് ഇടും, അല്ലെങ്കിൽ കയറ്റിയും കൂടെ അയക്കും. വിസ ഇല്ലെങ്കിൽ, വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടോ പാസ്പോർട്ടിൽ നോക്കും. കണ്ടീഷനാണത്. അമേരിക്കൻ വിസ ഉണ്ടെങ്കിലാണ് അമേരിക്കയിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. പ്രാർത്ഥന കേൾക്കാനുള്ള കണ്ടീഷൻ. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ചില കാര്യങ്ങളൊക്കെ പുതുതായി പഠിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാത്രിയിൽ അല്പം ലേറ്റായിട്ടിരിക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ കുറച്ചധികം ലേറ്റായി പോകും. ചില ദിവസം ഒരുപടി സമയം ഇരുന്നു. ആ ഇരിപ്പ് കസേരയിലിരുന്നു. എനിക്ക് ഭയങ്കര നടുവേദന. നടുവല്ല, ഈ ബാക്കിൽ ഇത്രയും ഭാഗം വേദന. ഒരു രീതിയിലും ശരിയാകുന്നില്ല. എനിക്ക് ഇരിക്കാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. ഇരുന്ന് കഴിയുമ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഞെളിയും, അങ്ങോട്ട് ഒന്ന് കാണിക്കും, ഇങ്ങോട്ട് കാണിക്കും. ഒരു രക്ഷയില്ല. ഒരു ദിവസം തന്നെ 4-5 പ്രാവശ്യം വീട്ടിൽ വന്നു. ഒരു രീതിയിൽ ഒരു രക്ഷയില്ല. പക്ഷേ എനിക്ക് വ്യക്തിപരമായ ജീവിതത്തിലൊരു തീരുമാനം ഉണ്ടായിരുന്നു. എനിക്ക് വേറൊരു ചെറിയ പ്രയാസമുണ്ട്, അൾസർ. ഞാൻ ഒരിക്കലും ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ രോഗം മാറാൻ ഒരു വശവും ഇല്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വേദന കർത്താവേ അവിടുത്തെ ആണിപ്പാടുള്ള കരം ഒന്ന് വെക്കണേ, ഞാൻ പ്രാർത്ഥിച്ചില്ല. കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് ഞാൻ എൻ്റെ കോബ്രദറും കൂടി ഒരുമിച്ച് ഇവിടെ ഹോസ്പിറ്റലിൽ പോയി. വശം കെട്ട് കഴിഞ്ഞപ്പോഴാണ് പോയത്. അവർ പറഞ്ഞു 7 ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അവിടെ ഒരു ഒന്ന് ഏതാണ്ടൊക്കെ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യണം. ആയുർവേദ ഹോസ്പിറ്റലാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് 3 മണിക്കൂർ വരുന്ന വഴി അതിനെ കിടക്കണം. എനിക്ക് കിടക്കാൻ നേരമുണ്ടോ? ഞാനൊരു അരമണിക്കൂർ വന്ന് കിടന്നിട്ട് ഞാനപ്പോൾ തന്നെ എഴുന്നേറ്റ് പോയി. പിറ്റേ ദിവസം കാലത്ത് 8 മണിക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോന്നു. 8-ന് ചെന്ന് കഴിഞ്ഞാൽ 9 മണിക്ക് പോരാ അവിടുന്ന്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനത് കഴിഞ്ഞു. അന്നെനിക്ക് ഒരു രക്ഷയില്ല. ജോലി ചെയ്യാനുണ്ട് താനും. ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു രാത്രി ഒരു 11:30 അപ്പോൾ 11:30 മണിക്ക് ഷിഫ്റ്റ് തീരും. 11:30 ഷിഫ്റ്റ് തീരാൻ നേരത്ത് ജെസ്സി അവിടെയുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് തലവേദന എടുക്കാമെന്നാൽ ഞാൻ പോകാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാം. പക്ഷെ ഞാൻ അന്നേരം ഇങ്ങനെ ആ സോഫയിൽ ഇരുന്നിട്ട് കാലിങ്ങനെ മുകളിൽ കയറ്റി വെച്ചേക്കുക. ഒരു വശമില്ല, എനിക്കങ്ങ് വഹിക്കാൻ പറ്റണില്ല ഈ ഭാഗത്തെ വേദന. എന്തുകൊണ്ടാണ് ഞാൻ കർത്താവിനോട് പറയാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ തോന്നിയില്ല എനിക്ക് അന്നേരം. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി, ഇനി ഇത് മാറില്ലായിരിക്കുമോ? നിങ്ങൾ സത്യമായ യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. ഇനി ഇത് മാറിയില്ലായിരിക്കുമോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് അങ്ങ് വന്നു. എന്നുവെച്ചാൽ എനിക്ക് ഇരുന്ന് പണിയാൻ പറ്റില്ലായിരിക്കുമോ? എനിക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ ഇരുന്ന് ചെയ്യണ ജോലി ചെയ്യാൻ പറ്റില്ലായിരിക്കുമോ? തലേദിവസം കസേരയൊക്കെ ഇങ്ങനെ ചേർത്ത് കെട്ടിയൊക്കെ വെച്ചു ഞങ്ങൾ അവിടെ ഇരുന്ന ആളുകൾ കൂട്ടി, എനിക്ക് സപ്പോർട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. എന്ത് ചെയ്തിട്ടും ഒരു ഗുണവുമില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ അത്രയും ഒന്ന് പറഞ്ഞോളൂ, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല. ജെസ്സി ഇങ്ങോട്ട് വീട്ടിലേക്ക് പോന്നു. ഞാൻ നേരെ മുകളിലേക്ക് എൻ്റെ വർക്ക് സ്റ്റേഷനിലേക്ക് കയറിപ്പോയി. ഞാൻ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അങ്ങനെ ഒരു വേദനയേ എനിക്കില്ല. നിങ്ങളത് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ എങ്ങനെയാണെന്ന് ഞാൻ പറയാം നിങ്ങളോട്. നമുക്ക് വലിയ വേദനയൊക്കെ വരുമ്പോൾ ചെറിയ ബാമൊക്കെ പുരട്ടിയിട്ട് ഇങ്ങനെ ഒരാൾ തലോടി അങ്ങ് തന്നു കഴിയുമ്പോൾ കുറേ നേരത്തേക്ക് അതിൻ്റെ ഒരു പ്രത്യേക സുഖമില്ലേ? ഇല്ലേ? അന്നേരം ഒരു സുഖമില്ലേ? ആ ബാമ് പുരട്ടി കഴിയുമ്പോൾ അവിടെ ഒരു പ്രത്യേക ഈ വിക്സിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വിക്സ് പറ്റിയാലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മൂവെന്ന് പറഞ്ഞ സാധനമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഒരു തണുപ്പ് മാതിരി. നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇപ്പോഴും ഞാൻ ആ തണുപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണിപ്പാടുള്ള കരം ഞാനിങ്ങനെയൊന്ന് ആഗ്രഹിച്ചു. കർത്താവെ തൊടാൻ പറഞ്ഞില്ല. സത്യമാണ് പ്രിയപ്പെട്ടവർ പറഞ്ഞത്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം തൊട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥന കേൾക്കുന്നത് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അവൻ വിഷമിക്കുകയാണെന്ന് അറിയുമ്പോൾ താണിറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്.
ആയിരക്കണക്കിന് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നാൽ ഞാനത് പറയാൻ ആഗ്രഹിച്ചൊരു വിഷയം, ജീവിത വസ്ത്രം മുഷിയരുതെന്നാണ്. വസ്ത്രം മുഷിയാതെ സൂക്ഷിക്കണം. ആ ഒരു വാക്യം മാത്രം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. എന്താണ്? വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 15-ാം വാക്യം. പ്രാർത്ഥന കേൾക്കണമെന്നുള്ള കണ്ടീഷനിൽ ഒരു കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. എന്താണ്? വായിക്കാം. ഞാൻ കള്ളനെപ്പോലെ വരും. തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. കേട്ടോ, ഞാൻ കള്ളനെപ്പോലെ വരും. കർത്താവ് ഏത് സമയത്തും വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കള്ളനെപ്പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ്. നിങ്ങൾക്കത് പറയുമ്പോൾ മനസ്സിലായില്ല. ഞാൻ എൻ്റെ ഷർട്ട് ഇടണില്ല, ബനീനും ഇടണില്ല, ഇവിടെ ഇപ്പം നിൽക്കാൻ പോവുക. നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറയുകയാണ്. ഷർട്ടും അങ്ങ് ഊരിക്കളയുമ്പോൾ ബനീനും ഊരിക്കളയുക. എന്നിട്ട് ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നും? കഷ്ടം, ഈ മനുഷ്യൻ യാതൊരു വിവേകവും ഇല്ലോ. അങ്ങനെ പറയില്ലേ നിങ്ങൾ? ചിലർ പറയില്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ എന്നോട് ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ട്, അദ്ദേഹത്തിന് എങ്ങാനും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അതുകൊണ്ട് പറയില്ല. പക്ഷെ ഉള്ളിൽ തോന്നാതിരിക്കില്ല ആർക്കും, ഒരു സംശയവും ഇല്ല. അങ്ങനെ എന്താണ് കർത്താവ് പറഞ്ഞേക്കുന്നത്? ദൈവത്തിൻ്റെ തിരുവചനം എന്താണ് പറയുന്നത്? ഞാൻ കള്ളനെപ്പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ ജാഗരിച്ചും ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. എന്താണ് പറഞ്ഞത്? ഉടുപ്പ് സൂക്ഷിക്കണം, ജാഗരണത്തോടെ ജീവിക്കണം, വസ്ത്രം സൂക്ഷിക്കണം. ജീവിത വസ്ത്രത്തിൽ കറവറ്റരുത്, പാപം വരരുത്, ഒരു കാരണവശാലും പാപം വരരുത്. പാപം ചെയ്താൽ നാം പിശാചിൻ്റെ മകനായിത്തീരും. ശരിയാണ്, ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെടുന്നത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. വീണ്ടും വേറെ വാക്യമുണ്ട്. എന്താണ്? എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ, അബദ്ധവശാൽ, ആ വാക്കിനകത്ത് തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. ഒരുത്തൻ അബദ്ധവശാൽ ഒരു പാപം ചെയ്തുവെങ്കിലോ, അബദ്ധവശാൽ എന്ന് എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു വലത്ത് ഭാഗത്തുണ്ടെന്ന്. അതുകൊണ്ട് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാവുന്നു. എല്ലാം ശരിയാണ്. എന്നാൽ അപ്പോസ്തലൻ ആത്മനിറവിൽ പറഞ്ഞിരിക്കുകയാണ്. 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്. 1-ാം സ്വർഗ്ഗവും 2-ാം സ്വർഗ്ഗവും അല്ല, 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കേണ്ട. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കൃപ പെരുകണമോ, ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കണമോ, നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണമോ, ആത്മീയമായ അഭിവൃദ്ധിയുടെ കാര്യം പറഞ്ഞ് പണമൊക്കെ ഉണ്ടാകും വേറെ പല രീതിയിലും. അതൊക്കെ എന്തൊക്കെ ബിസിനസ്സുകാർ, പാറമടക്കാർ എന്തോരം കാശുണ്ടാക്കുന്നുണ്ട്, ബ്ലേഡ് ബാങ്കുകാർ എന്തോരം കാശുണ്ടാക്കുന്നുണ്ട്, എന്തെല്ലാം ബിസിനസ് ചെയ്ത് ബാറുകാർ എന്തോരം കാശുണ്ടാക്കുന്നുണ്ട്, വേറെ വലിയ വലിയ ആളുകളുടെ കാര്യം കേട്ടിട്ടില്ലേ? അവരെല്ലാം പൈസ ഉണ്ടാക്കുന്നുണ്ട്. പൈസ കിട്ടുന്ന കാര്യമല്ല പറഞ്ഞത്, പണം ഉണ്ടാകുന്ന കാര്യമില്ല. ദൈവം ഇതിന് വേണ്ടതെല്ലാം കർത്താവ് തന്നുകൊള്ളും, അതെല്ലാം കർത്താവ് പ്രൊവൈഡ് ചെയ്തുകൊള്ളും. എന്നാൽ എന്താണ് പറഞ്ഞത്? നിന്റെ ജീവിതത്തിൽ ആത്മീയമായി അഭിവൃദ്ധി ഉണ്ടാകണമോ, നിനക്കൊരു വിശുദ്ധനായി തീരണമോ, കറ പറ്റാത്തൊരു ജീവിതം നയിച്ചേ പറ്റൂ. ജീവിതത്തിൽ ഉടുപ്പിൽ വസ്ത്രത്തിൽ ജീവിത വസ്ത്രത്തിൽ കറ പറ്റരുത്. തൻ്റെ ഉടുപ്പ് സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഈ നഗ്നനാണെന്ന് അറിഞ്ഞുള്ളൂ. നാം അറിയുന്നില്ല. നഗ്നരായി ഇവിടെ വന്നിരിക്കുകയാണ്. മുകളിലേക്കുള്ള ഡ്രസ്സ് ഇടാതെ ഇവിടെ ആൾ വന്നിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, വലിയ മീറ്റിംഗാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ കറയുണ്ടെങ്കിൽ, ജീവിതത്തിൽ പാപം ചെയ്യാൻ പരിപാടിയുണ്ടെങ്കിൽ, നിങ്ങൾ എത്ര വസ്ത്രം ഇടുന്ന, എത്ര ഉത്സവ വസ്ത്രം ധരിപ്പിച്ച് വിട്ടാലും ആ വസ്ത്രം കീറിപ്പറിച്ച് കളഞ്ഞതുപോലെ നഗ്നനായി നിങ്ങളെ കാണുമ്പോൾ, ദുഷ്ടനായി പിശാച് നോക്കുമ്പോൾ നിങ്ങൾ നഗ്നനാണെന്ന് കാണാനിടവരും. നിങ്ങൾ ജീവനുള്ള ദൈവം നോക്കുമ്പോൾ നിങ്ങൾ നഗ്നനാണെന്ന് കാണാനിടവരും. മറ്റ് മനുഷ്യർക്കും ഏതാനും താമസം വിന നിങ്ങൾ നഗ്നനാണെന്ന് അറിയാൻ പറ്റും. ഭാര്യയ്ക്ക് അറിയാൻ പറ്റും ഭർത്താവ് നഗ്നനാണെന്ന്. കൂടെ ജോലി ചെയ്യുന്നവർക്കും അറിയാൻ പറ്റും നഗ്നനാണെന്ന്. എന്താണ് നഗ്നനാണെന്ന് പറയാൻ കാര്യം? ജീവിതം മാറിയിട്ടില്ലെങ്കിൽ, നമ്മുടെ സംസാരം മാറിയിട്ടില്ലെങ്കിൽ, നമ്മുടെ ഉള്ളിൽ കുത്തിത്തിരിപ്പുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ, നമ്മൾ ആരോടെങ്കിലും നമ്മളോട് ഇഷ്ടക്കുറവുള്ളവരോട്, ഇത് നിങ്ങൾ ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആർക്കെങ്കിലും നിങ്ങളോട് ഇഷ്ടക്കുറവുണ്ടെന്നിരിക്കട്ടെ, ആരെങ്കിലും നിങ്ങൾക്കെതിരായി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു വരുത്തുവാണെന്നിരിക്കട്ടെ, എന്നും അവർ കുറ്റം പറയുന്നവരായിരിക്കട്ടെ, അങ്ങനെയാണെങ്കിലും അവരോട് നിങ്ങൾക്ക് ഇഷ്ടക്കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ നിന്ന് ആ സംരക്ഷണത്തിൻ്റെ പുതപ്പ്, ഉത്സവ വസ്ത്രം, എന്താണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു.
അങ്ങനെ വിവാഹം നിശ്ചയം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതം എന്നേക്കുമായി ക്രിസ്തുവിന് സമർപ്പിക്കുന്നു. പാപത്തോട് എന്നേക്കുമായി യാത്ര പറയുന്നു. പിശാചിനോട് എന്നേക്കുമായി യാത്ര പറയുന്നു. സാത്താനോട് എന്നേക്കുമായി യാത്ര പറയുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ കിട്ടുന്നതാണ്? സ്വാഭാവികമായിട്ടും വന്നു ചേരുന്നതാണ് ഏത് ഉടമ്പടി? എന്തുടമ്പടി? ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മലകന്യായി വിവാഹ നിശ്ചയം നടക്കുകയാണ്. വിവാഹ നിശ്ചയം നടന്ന കുട്ടിക്ക് വിവാഹത്തിൻ്റെ ദിവസം, പെൺകുട്ടിക്ക് വിവാഹത്തിൻ്റെ ദിവസം എന്ത് വേണം? അതിന് മന്ത്രകോടി വേണം, അതിന് ഉത്സവ വസ്ത്രം വേണം. വസ്ത്രമില്ലാതെ ചെന്നാലോ ഏതച്ഛനാണെങ്കിലും കെട്ടിച്ചു കൊടുക്കില്ല, കെട്ടിക്കണമെങ്കിൽ മന്ത്രകോടി വേണം. പ്രിയപ്പെട്ടവർ, എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഉത്സവ വസ്ത്രം വേണമെങ്കിൽ, അക്കരെ നാട്ടിൽ ചെല്ലണമെങ്കിൽ, കർത്താവിൻ്റെ രാജ്യത്തിൽ വസിക്കണമെങ്കിൽ ജീവിത വസ്ത്രത്തിൽ കറപറ്റരുത്. അതുകൊണ്ട് നഗ്നരായി നടക്കാൻ ഇടവരരുത്. ഉടുപ്പ് സൂക്ഷിക്കണം. ഉടുപ്പ് സൂക്ഷിക്കാൻ ഇന്ന് തീരുമാനം എടുക്കാവോ? ഇന്നൊരു തീരുമാനം എടുക്കാമെങ്കിൽ റോമർ 6:19 അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. അത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്താണ് പറഞ്ഞത്? ജീവിതത്തിൽ കറപറ്റരുത്, ജീവിതത്തിൽ പാപം പറ്റരുത്. നിനക്ക് എത്ര ബാധ്യതയുണ്ടോ, എന്തെല്ലാം കെടുതി നിനക്കുണ്ടോ, ഏതെല്ലാം കുരുക്കുകൾ നീ വീണിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ രക്ഷാസമയമാണ്, ഇപ്പോൾ വിടുവിക്കുന്ന സമയമാണ്. ഞങ്ങളാരെങ്കിലും പ്രസംഗം നിർത്തുന്നതുകൊണ്ടല്ല, ജീവനുള്ള ക്രിസ്തുവിടെ ഇറങ്ങി വന്നിരിക്കുന്നു. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. മാറ്റമില്ലാത്ത ദൈവം, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം. നിങ്ങളിത് വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. യേശു നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്, ഓരോരുത്തരുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടൊരു തീരുമാനം എടുത്തുവെച്ചാൽ മതി. 6:19 നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു. അപ്പോസ്തലൻ ആത്മനിറവിൽ നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ അവയവങ്ങളെ, നിങ്ങളുടെ പുറമേയുള്ള അവയവങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ, നിങ്ങളുടെ അകമേയുള്ള അവയവങ്ങളെ, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും, കേട്ടോ, നിങ്ങൾ അധർമ്മത്തിനായി, നിങ്ങൾ പാപത്തിനായി, അശുദ്ധിക്കും, അധർമ്മത്തിനും അടിമകളാക്കി ഒരിക്കൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. അത് നിങ്ങൾക്ക് ചെയ്യാമോ? എന്നെ നോക്കൂ. അങ്ങനെ ചെയ്യാൻ തീരുമാനമുള്ളവരുടെ മേൽ ഇപ്പോൾ ആണിപ്പാടുള്ള കരം വയ്ക്കും. ഞാൻ പറയുന്നത് സത്യമാണ്. ജീവനുള്ള ക്രിസ്തുവിൻ്റെ കരം വന്ന് തൊടും. ആണിപ്പാടുള്ള കരം വന്ന് നിങ്ങളുടെ തലയിൽ വയ്ക്കും. നിങ്ങളുടെ ബന്ധനം കർത്താവ് അഴിക്കും. ഞങ്ങളാരും പ്രാർത്ഥിച്ചിട്ടില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവസാനം പ്രാർത്ഥിക്കുന്ന ആൾ പ്രാർത്ഥിച്ചിട്ടുമല്ല. ജീവനുള്ള ദൈവം വന്ന് പ്രവർത്തിക്കും. കാരണം ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ദൈവം മനുഷ്യൻ്റെ വേദനകൾ അറിയുന്നവനാണ്, കണ്ണുനീര് കാണുന്നവനാണ്. ഇപ്പോൾ യാചിക്കേണ്ട സമയമാണ്, പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിക്കും അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. അതിനാർക്കെല്ലാം പരിപാടിയുണ്ട്, തലകളെ വണക്കാം. ജീവനുള്ള ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ? സത്യമായും ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പാപബോധം തരുന്ന വചനം. നിങ്ങൾ പാപബോധം ഇല്ലാതിരിക്കുകയാണോ? നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കരിങ്കല്ല് പോലെ വെച്ചുകൊണ്ടിരിക്കുകയാണോ? ഇരുന്നുള്ളൂ, ഞങ്ങൾക്കാർക്കും തകർക്കാൻ കഴിയില്ല. എന്നാൽ ജീവനുള്ള ദൈവം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഞാൻ നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം മാറ്റി മാംസമായുള്ള ഹൃദയം തരും. മാംസമായുള്ള ഹൃദയം അത് നിങ്ങൾ ആഗ്രഹിക്കണം. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യൻ്റെ കാര്യമേ ഞാൻ കടാക്ഷിക്കുകയുള്ളൂ, അവൻ്റെ കാര്യമേ ഞാൻ പരിഗണിക്കുകയുള്ളൂ എന്ന്. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഇതെല്ലാം വചനമാണ് പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്, നിങ്ങൾ യാചിക്കേണ്ട സമയമാണ്. യാചന കേൾക്കുന്ന ജീവനുള്ള ക്രിസ്തുവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ തിരുരക്തവുമായി വന്നിരിക്കുകയാണ്. മുദ്രയിടാനായിട്ട് കർത്താവ് വന്നിരിക്കുകയാണ്. ദൈവത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ 2 കരവും വെച്ച് കർത്താവ് ഇപ്പോൾ അനുഗ്രഹിക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങ് പുറത്തിരിക്കുന്നവരെയും കർത്താവ് അനുഗ്രഹിക്കാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് പുറത്തിരിക്കുകയല്ലേ, നിങ്ങൾ അവിടെ ജാഗ്രതയോടെ ഇപ്പോൾ ഇരിക്കൂ. എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞിൻ്റെ മേലും കരമൊന്ന് വെക്കണമേ. അങ്ങ് ദൂരെ ഇരുന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളുണ്ട്, വിദേശത്തിരുന്ന് കേൾക്കുന്നവരുണ്ട്, അങ്ങ് അമേരിക്കയിൽ ഇരുന്ന് കേൾക്കുന്നവരുണ്ട്. എല്ലാവരുടെ അടുക്കൽ ഇപ്പോൾ യേശു വന്നിരിക്കുകയാണ്. ഈ ശബ്ദം എത്തുന്നവർക്കെല്ലാം അവിടുത്തെ എല്ലാം യേശു വന്നിട്ടുണ്ട്. നിങ്ങൾ യേശുവിനെ കാണുന്നുണ്ടോ? ആ തിരുമുഖം കാണുന്നുണ്ടോ? ആ കീറിയ മാറു കാണുന്നുണ്ടോ? ആ ചതഞ്ഞ പ്രിയപ്പെട്ടവരെ, ആ ചതഞ്ഞ കൈ കാണുന്നുണ്ടോ? ആണിപ്പാടുള്ള കരം കാണുന്നുണ്ടോ? ആ തിരുരക്തം ഇറ്റിറ്റ് വീഴുന്ന കരം നിങ്ങൾ കാണുന്നുണ്ടോ? പാപിയായ അടിയൻ, നിസ്സാരനായ അടിയൻ, ശാപഗ്രസ്തനായ അടിയനെ കർത്താവ് വിളിച്ചു വേർതിരിച്ച് ആത്മാവിൻ്റെ കണ്ണ് തുറന്നു തന്നുകൊണ്ട് അടിയൻ അത് കണ്ടുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. യേശു മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. യേശു കരം വയ്ക്കാൻ ഇങ്ങനെ കൊതിയായിട്ട് നിൽക്കുകയാണ്. അങ്ങ് അത്യാർത്ഥിയോടെ കൊതിയോടെ നിൽക്കുകയാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും
ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട്, എല്ലാവരും തുറക്കണം എന്നല്ല കർത്താവ് പറഞ്ഞേ, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ യേശുവിൻ്റെ മുട്ടുന്ന ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. പ്രിയപ്പെട്ടവര്, ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ആ കരം വെക്കുവാനെ നിങ്ങൾ കൊതിയോടെ ആഗ്രഹിച്ചുകൊണ്ട്, സത്യം ഞാൻ കാണുന്നു, ഞാൻ ആത്മാവിൽ കാണുന്നു, അഥവാ ഞാൻ വിശ്വാസ കണ്ണാൽ കാണുന്നു, മാലാഖമാരോട് ഇറങ്ങി വന്നിരിക്കുന്നു. എൻ്റെ രാജാതി രാജാ, അവിടുന്ന് വന്നല്ലോ ഞങ്ങളുടെ അരികിലേക്ക്, നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വന്നിരിക്കുന്നതിനായി സ്തുതി. നിങ്ങളിത് വെറും വാക്കായിട്ട് കരുതരുത് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ മേൽ കരം വെക്കാം എന്നാണ് പറയുന്നത്. നീ ശാപം പിടിച്ചവനാണെന്നാണ് നിന്റെ ചിന്ത, നിന്റെ ശാപം മാറിയില്ലെന്നാണ് നിന്റെ ചിന്ത, നിന്റെ രോഗം ഇനി ഒരിക്കലും മാറിയില്ലെന്നാണ് നിന്റെ ചിന്ത. എന്നാൽ എൻ്റെ യേശു പറയുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. മകനെ, ഞാൻ നിന്നെ സൗഖ്യമാക്കാം, ഞാൻ നിന്റെ ശാപം മാറ്റാം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ശാപഗ്രസ്തനായി ക്രൂശിൽ 3 ആണികളിൽ ഞാൻ തകർക്കപ്പെട്ടത്. പിശാചിന്റെ തലയിൽ ഞാൻ അതിനാണ് തകർത്തത്. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുകയാണ്, ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുകയാണ്. ആരും വിശ്വസിക്കാതെ പോകരുത്, ആരും വിശ്വസിക്കാതെ പോകരുത്. ആ കരവിങ്ങ് പെട്ടെന്ന് തൊടിയിക്കണേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഇരിക്കാൻ. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത്, നിങ്ങളുടെ സങ്കടമുള്ള വിഷയങ്ങളിൽ, നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളിൽ, നിങ്ങളുടെ മക്കൾ ചൊവ്വായി നടക്കുന്നില്ലെങ്കിൽ ആ കാര്യങ്ങളിൽ, മക്കളുടെ ഭാവി ശരിയാവുന്നില്ല എന്നുള്ള കാര്യത്തിനകത്ത്, നിങ്ങൾക്ക് വിസ കിട്ടാത്ത കാര്യത്തിനകത്ത്, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളുടെ കാര്യത്തിനകത്ത്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ എല്ലാം കർത്താവ് കരം തൊടുവാനായി ഓടി വരികയാണ്. യേശു വരികയാണ്. എൻ്റെ യേശു അരികെ വന്ന് നിൽക്കുകയാണ്. യേശു നോക്കുകയാണ്. എൻ്റെ ഗുരു ഇവിടെ വന്നിട്ടുണ്ട്. ഗുരു, നിൻ്റെ പേരറിയാം മകനെ, നിൻ്റെ പേരറിയാം. അന്ന് അവിടുന്ന് മാർത്തയുടെയും മറിയുടെയും ലാസറിൻ്റെയും വീട്ടിലേക്ക് ചെന്നു. ആരും കയറാത്ത ഭവനം, ആരും തിരിഞ്ഞു നോക്കാത്ത വീട്. കുഷ്ഠരോഗിയായിരുന്ന ആ ശീമോൻ്റെ മക്കളായ മാർത്തയും മറിയും ലാസറും ആ ഭവനത്തിൽ വലിയ അത്യാഹിതം നടന്നിരിക്കുകയാണ്. അവിടെ ലാസർ മരിച്ചു, കർത്താവ് ചെന്നില്ല. ദീനമായി കിടന്നു, രോഗിയായി കിടന്നു, കർത്താവ് ചെന്നേയില്ല. കർത്താവ് മരിച്ചു എന്ന് കേട്ടു, കർത്താവ് തിരിഞ്ഞു നോക്കിയില്ല. മാർത്തയ്ക്കും മറിയയ്ക്കും എല്ലാം പരിഭവമുണ്ട്, എന്നാൽ സങ്കടം സഹിക്കാൻ വയ്യ, അവർക്ക് പ്രതികരിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ കർത്താവ് വൈകുകയില്ല കേട്ടോ, എൻ്റെ യേശു വൈകുകയില്ല. നിനക്കതൊന്നും വൈകിപ്പോയിന്ന്. എന്തുകൊണ്ടാണ് എൻ്റെ മകൻ്റെ മദ്യപാനം മാറാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവും കൂടെ ഈ പ്രാർത്ഥനായോഗത്തിന് വരാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ഭാര്യയും കൂടെ ഒരുമിച്ച് വന്ന് നിങ്ങൾക്ക് മുട്ടുമുടക്കാൻ കഴിയാത്തത്? ഇല്ല, നീ വിഷമിക്കേണ്ട, എൻ്റെ കർത്താവിന് കൃത്യസമയമുണ്ട്. ആ സമയത്ത് അവിടുന്ന് പ്രവർത്തിച്ചിരിക്കും. സമയം തെറ്റുകയില്ല, വൈകിയാലും അതിനായി കാത്തിരിക്കാൻ വരും. മാർത്തയും മറിയും ഇങ്ങനെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് വരുന്നു. നിങ്ങൾ ഈ കാര്യം ഒന്ന് കാണുമോ? അവിടെ അന്ന് ആണിപ്പാടില്ല. അന്ന് എന്താണ്, ഞാന്ന് കിടക്കുന്ന വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടിയിക്കാനായി കർത്താവ് അങ്ങനെ അങ്ങ് വരികയാണ്. അങ്ങോട്ട് വരുമ്പോൾ മാർത്തയ്ക്ക് അങ്കലാപ്പാണ്, മാർത്ത സങ്കടം, പെട്ടെന്ന് സങ്കടപ്പെടുന്നവളാണല്ലോ മാർത്ത. മറിയാണെങ്കിൽ ഇന്ന് കരച്ചിൽ. കർത്താവ് എന്ത് ചെയ്തു? മാർത്ത കരയുന്നു, മറിയ കരയുന്നു, യഹൂദന്മാർ കൂടിയിരുന്ന് കരയുന്നു, ബന്ധുമിത്രാദികളെല്ലാം കരയുന്നു. കർത്താവ്, നീ കരയുമ്പോൾ മകനെ മാറിയിരുന്നിട്ട് നീ അവിടെ നിന്ന് കരഞ്ഞോളാൻ പറഞ്ഞിട്ട് കണ്ട് സന്തോഷിക്കുന്നവനല്ല. നീ കരയുമ്പോൾ നിൻ്റെ കൂടെ ഇരുന്ന് കരയുന്നവനാണ് യേശു. നീ കരയുമ്പോൾ നിൻ്റെ കണ്ണുനീരൊപ്പവൻ അടുത്ത് വരുന്നവനാണ് യേശു. ഞാനതൊന്നും കഥ പറയുകയല്ല. എന്തുമാത്രം സമയങ്ങളിൽ അവിടെ നിൻ്റെ കണ്ണുനീര് തുടച്ചിട്ടുണ്ട്, അവിടെ നിൻ്റെ ദുഃഖം മാറ്റി അകറ്റിയിട്ടുണ്ട്, അവിടെ നിൻ്റെ കൈ പിടിച്ചെന്നെ പൊക്കി എടുത്തിട്ടുണ്ട്. നീ ഓടി വരിക മോനെ, ഞാനല്ലേ മുമ്പിൽ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മാടി വിളിച്ചിട്ടുണ്ട്. യേശു ഇപ്പോൾ നിങ്ങളെ മാടി വിളിക്കുകയാണ്. നിങ്ങളത് വെറുതെ കേൾക്കരുത് പ്രിയപ്പെട്ടവരെ. ഞാൻ എൻ്റെ കണ്ടുകൊണ്ടാണ് പറയുന്നത്. അങ്ങ് മലാഖമാർ വന്ന് നിൽക്കുന്നു, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതാൻ ആർത്തിയോടെ വന്ന് നിൽക്കുന്നു. ഇപ്പോൾ ജീവന്റെ പുസ്തകം തുറന്നിരിക്കുന്നു. ഇതെല്ലാം പൊളിവാക്കാണ് പറയുന്നതെങ്കിൽ പറയുന്ന വാക്കിനെ ആയുസ്സിൽ കണക്ക് പതിപ്പിക്കേണ്ടി വരും. ഞങ്ങളങ്ങനെ പറയുകയില്ല പ്രിയപ്പെട്ടവരെ. സത്യമായും ക്രിസ്തുവോട് വന്നിരിക്കുന്നു. ഇന്ന് ജീവന്റെ പുസ്തകം തുറന്നിരിക്കുകയാണ്. കൃപയുടെ വാതിൽ തുറന്നിരിക്കുകയാണ്. പെട്ടവിധ തുറന്നിരിക്കുകയാണ്. പെട്ടത്തിന്റെ വാതിൽ തുറന്നിരിക്കുകയാണ്. ഇന്ന് കൃപായുഗമാണ്. മകനെ, നീ ഏതെല്ലാം ശാപഗ്രസ്തമായ പാപം ചെയ്തെങ്കിലും, എത്ര വലിയ ഒരിക്കലും ക്ഷമിക്കില്ല ചിന്തിച്ച പാപം ചെയ്തെങ്കിലും, നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കുമെന്ന്. ഇപ്പോൾ പുതിയ വസ്ത്രം തരാമെന്ന്, ഇപ്പോൾ ഉത്സവ വസ്ത്രം തരാമെന്ന്, ഇപ്പോൾ നിങ്ങളുടെ മുഷിഞ്ഞ വസ്ത്രം മാറ്റിക്കളയാമെന്ന്. യോശു ഒരിക്കൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിന്നു. ആ യോശുയുടെ വസ്ത്രം കർത്താവ് പിശാചിനെ ഫലിച്ചകറ്റിക്കൊണ്ട് പുതിയ വസ്ത്രം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കൈ ഓർത്തു നിന്നുകൊണ്ട്, ഞങ്ങൾ ഇന്റർ ഫെലോഷിപ്പിലുള്ള ദൈവമക്കളെല്ലാം ഒരുമിച്ച് ആത്മാവിൽ കൈ ഓർത്തു നിന്നുകൊണ്ട് ഇപ്പോൾ അത്ഭുതം നടക്കുവാനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുമിച്ച് കൈ ഓർത്ത് പിടിക്കൂ. കൈ കൊണ്ട് ഓർത്ത് പിടിക്കാനല്ല പറഞ്ഞത്, ഹൃദയം കൊണ്ട് ഒന്നാവൂ. എന്നിട്ട് കർത്താവിനോട്, കർത്താവെ, ഞങ്ങളുടെ എല്ലാവരുടെയും പേര് ജീവന്റെ പുസ്തകത്തിലൊന്ന് എഴുതണമേ. ഇപ്പോൾ ആ പുസ്തകത്തിലേക്ക് ദരിദ്രരെ പേര് എഴുതിയിരിക്കണമേ. കർത്താവേ, എൻ്റെ രാജാതി രാജാ, ഞങ്ങളുടെ അടുത്ത് അവിടുന്ന് വന്നിരിക്കുന്നതിനായി സ്തുതി. എൻ്റെ പ്രാണപ്രിയനായ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി മുഴുവനും രക്തമൂറ്റി
മാറ്റി തന്ന കർത്താവേ, ഞങ്ങളിതാ വ്യക്തമായി തീരുമാനിക്കുന്നു കർത്താവേ, ഇന്നു മുതൽ ഞങ്ങൾ പുതിയ സൃഷ്ടിയായി ജീവിക്കും. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് ഞങ്ങൾ ഉരിഞ്ഞു കളയുകയാണ് കർത്താവേ. ഇന്നു മുതൽ ഞങ്ങൾ പുതിയ സൃഷ്ടിയായി ജീവിക്കും. ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്? പാപത്തോട് ആരെല്ലാം യാത്ര പറയുന്നുണ്ട്? പിശാചിനോട് ആരെല്ലാം യാത്ര പറയുന്നുണ്ട്? എന്നേക്കുമായി സാത്താനോട് ആരെല്ലാം യാത്ര പറയുന്നുണ്ട്? നിങ്ങൾക്ക് എല്ലാവരും എഴുന്നേക്കരുത്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അങ്ങനെ വ്യക്തമായി തീരുമാനം, കണ്ണിറുകി അടിച്ചിരിക്കട്ടെ. ആരും നോക്കണ്ട, ഞാനും നോക്കുകയില്ല. അത് നോക്കേണ്ടവൻ നോക്കിക്കൊള്ളും, കാണേണ്ടവൻ കണ്ടുകൊള്ളും. നിങ്ങളുടെ തീരുമാനം ഇവിടെ രേഖപ്പെടുത്തിക്കൊള്ളും. നിങ്ങൾക്ക് അങ്ങനെ വ്യക്തമായി തീരുമാനമുള്ളവർ, കൊച്ചു കുഞ്ഞുങ്ങളൊന്നും എഴുന്നേക്കരുത്, തീരുമാനമില്ലെങ്കിൽ എഴുന്നേക്കരുത്. നിങ്ങൾ അങ്ങനെ വ്യക്തമായി തീരുമാനമുള്ളവർ, പാപത്തോട് എന്നേക്കുമായി യാത്ര പറയുന്നു, പിശാചിനോട് എന്നേക്കുമായി യാത്ര പറയുന്നു. എനിക്ക് ഈ പാപം വേണ്ട, ഇനി കൃപ പെരുകേണ്ടതിന് ഇനി ഒരിക്കലും പാപം ചെയ്യുകയില്ല. എൻ്റെ വസ്ത്രം കറ പറ്റുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വരികയില്ല. വസ്ത്രം മുഷിയാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇനി ഞാൻ പരിഭവിക്കുകയില്ല. ഇനി ഞാൻ ആരുടെയും കുറ്റം പറയുകയില്ല. ഇനി ഞാൻ ആരെയും മുൻവിധിയോടെ കാണുകയില്ല. ഇനി ആരുടെയും കുറ്റം ഒരിക്കലും പറയുകയില്ല. നിങ്ങൾ പറയാനുള്ളത് എല്ലാം പരിഭവമുള്ള ആരോടെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, ഞാനിത് ഏറ്റു പറയുന്നു, ഞാൻ അവരുടെ മുമ്പിൽ ചെന്ന് വീണ്ടും പറഞ്ഞോളാം. ഇങ്ങനെ തീരുമാനമുള്ളവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ. ഞാൻ കണ്ണടച്ചിരിക്കുകയാണ്, ഞാൻ ഒരിക്കലും നോക്കുകയില്ല. അങ്ങനെ തീരുമാനം എടുക്കുന്നവരുടെ മേൽ ആണിപ്പാറിൽ കരം പറയുകയാണ്. നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവർ. എല്ലാവരും എഴുന്നേക്കല്ലേ. ഞാൻ എഴുന്നേക്കാൻ പറഞ്ഞിട്ടില്ല, നോക്കിയിട്ടുമില്ല. എന്നാൽ യേശു വന്ന് നിൽക്കുന്നുണ്ട്. യേശു കൈ നീട്ടി നിൽക്കുന്നുണ്ട്. യേശു ആ കരുത്തിൽ ചാടിപ്പിടിക്കാൻ കർത്താവ് ഇങ്ങനെ ആർത്തിയോടെ ആ കയ്യാൽ ഇങ്ങനെ ചാടിപ്പിടിക്കാനായിട്ട് കർത്താവ് നിൽക്കുകയാണ്. നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ മതി. എന്താണ് പറയേണ്ടത്? പിശാചിനോട് ഇതാ എന്നേക്കുമായി യാത്ര പറയുന്നു. അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം. പ്രിയപ്പെട്ടവരെ, പിശാചിനോട് ഇതാ എന്നേക്കുമായി യാത്ര പറയുന്നു. പാപത്തോടിതാ എന്നേക്കുമായി യാത്ര പറയുന്നു. യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നു. യേശുവിനെ എൻ്റെ സ്വന്തം കർത്താവും എൻ്റെ സ്വന്തം നാഥനും എൻ്റെ സ്വന്തം രക്ഷകനുമായി ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ യേശുവേ, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഞാൻ ഇന്നു മുതൽ അവിടത്തേക്കായി ജീവിക്കും. കർത്താവേ, അങ്ങനെ തീരുമാനമെടുത്തവരുടെ മേൽ കർത്താവേ, അവിടുത്തെ ആണിപ്പാടുള്ള കരം ഇപ്പോൾ വെക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വാസ കണ്ണാലെ കാണുകയാണ്. ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേര് എഴുതിയെടുക്കണമേ. അവരുടെ രോഗം മാറ്റണമേ. നിങ്ങൾ അറിയും പ്രിയപ്പെട്ടവരെ, ഏതാനും ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അറിയും. കർത്താവ് വന്ന് തൊട്ട് നിങ്ങൾ കാണും, നിങ്ങൾ അറിയും. സത്യം സത്യം, ഞാൻ വെറുതെ പറയുകയല്ല, ഞാൻ കണ്ടുകൊണ്ടാണ് പറഞ്ഞത്. എനിക്കും ആവശ്യഭാരങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. നാം ഭാഗ്യശാലികളാണ്. നാം ജീവനുള്ള ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. ഒരു കാര്യം മാത്രം, ഞാൻ വിശുദ്ധനായി ജീവിക്കും. എൻ്റെ കർത്താവേ, ഇവർക്കെല്ലാം ഉത്സവ വസ്ത്രം കൊടുക്കണമേ, കല്യാണ വസ്ത്രം കൊടുക്കണമേ, വസ്ത്രം നഷ്ടപ്പെടാതെ വസ്ത്രത്തിൽ കേടുവരെ സൂക്ഷിപ്പാൻ എല്ലാവർക്കും ഭാഗ്യം കൊടുക്കണമേ. ഞങ്ങൾ ഈ ചെറിയ കൂട്ടത്തെ കൊണ്ട്, കഴിവില്ലാത്തവരെ കൊണ്ട്, ആരും സഹായിക്കാനില്ലാത്തവരെ കൊണ്ട്, സഹായകനായി അവിടുന്ന് മാത്രം ഞാൻ പർവ്വതത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ഞങ്ങൾ ജീവിക്കുമെന്ന് തീരുമാനമെടുത്ത ഈ കൂട്ടത്തിനെ കർത്താവെ കത്തുപിടിപ്പിക്കണമേ. ഞങ്ങൾ ഇനിയും കർത്താവെ, ഇനിയും ഞങ്ങൾക്ക് കഷ്ടത സഹിക്കാൻ മനസ്സാണ് കർത്താവെ. ഇഷ്ടമുള്ളവർ പറഞ്ഞാൽ മതി, എല്ലാവരും പറയണ്ട. എനിക്ക് വിശുദ്ധനായി തീരണം, എനിക്കൊരു വിശുദ്ധനായി തീരണം കർത്താവെ, എനിക്ക് വിശുദ്ധനായി തീരണം കർത്താവെ, എന്നെ എങ്ങനെയും വിശുദ്ധനാക്കി തീരണം, എന്നെ ഒരു ശുദ്ധവിധിയാക്കി തീർക്കണം. എനിക്ക് കർത്താവ് രണ്ടാമത് വരുമ്പോൾ, കള്ളൻ വരുമ്പോൾ എൻ്റെ വസ്ത്രം നല്ല തെളിവുള്ള വസ്ത്രമായി അവിടുന്ന് തന്ന ഉത്സവ വസ്ത്രം മുഷിയാതെ ഞാൻ സൂക്ഷിച്ചുകൊള്ളാമെന്ന് തീരുമാനിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതി. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച അരുമനാഥനായ, ഞങ്ങളുടെ ജീവൻ്റെ ജീവനായ, ഞങ്ങളുടെ പ്രാണപ്രിയനായ, ഞങ്ങളുടെ എല്ലാമായ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ.